അങ്ങോട്ട് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഈ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലേ, നമ്മൾ പഠിക്കാൻ പോണത് ഇന്ന് സിമ്പിൾ ഇക്വേഷൻസ് ആണ്. എല്ലാവരുടെയും ഹാർട്ടൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ നോട്ട്സ് എഴുതാനായിട്ട് സ്ക്രീൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എനിക്ക് ചിലപ്പോൾ അപ്പം കാണാൻ പറ്റിയെന്ന് വരില്ലേ. അപ്പം ഞാൻ എന്തെങ്കിലും മെസ്സേജസോ നിങ്ങളുടെ ആൻസേഴ്സോ ഒക്കെ വിട്ടു പോവുകയാണെങ്കിൽ ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ഇതിലേക്ക് ചാറ്റ് ശ്രദ്ധിക്കുമ്പോൾ ഒന്നും കൂടി ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും കൂടെ ഒക്കെ പറയണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സിമ്പിൾ ഇക്വേഷൻസ്. എന്താണ് സിമ്പിൾ ഇക്വേഷൻ? സമവാക്യം. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ സമവാക്യങ്ങൾ അല്ലേ. അപ്പോൾ ഒരു കാര്യം, മലയാളം മീഡിയംകാരും ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ഈ നമ്മുടെ സ്ലൈഡിൽ ഇംഗ്ലീഷ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആരും പേടിക്കേണ്ട, ഞാൻ അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ മലയാളം കൂടെ ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് ഈ PPTs ഉണ്ടാക്കിയപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മലയാളം മീഡിയംകാർ പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ മലയാളം കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം മലയാളം കൂടെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? എന്താണ് സിമ്പിൾ ഇക്വേഷൻസ്? സിമ്പിൾ ഇക്വേഷൻസ് അല്ലേ, വളരെ എളുപ്പമായിട്ടുള്ള കുറച്ച് സമവാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇക്വേഷൻസ്, സിമ്പിൾ ഇക്വേഷൻസ്. അപ്പോൾ ഈ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നമുക്ക് കുറച്ചൊക്കെ തിയറിയും പഠിക്കാനുണ്ട്. തിയറി പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നിങ്ങൾ ഒരു പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് മാത്രം പഠിച്ചിട്ട് പോയാൽ ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? എന്തുകൊണ്ടതങ്ങനെ, എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോം, അതൊക്കെ നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൺസെപ്റ്റ് റിവൈസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസിലേക്ക് പോകുന്നത്. പ്രോബ്ലംസ് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സിൽ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും. ആ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അതെ, XY അതൊക്കെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അതെ, Xഉം Yയും വെച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഒരൊറ്റ ആളെ നോക്കണുള്ളൂ. ഒന്നെങ്കിൽ X അല്ലെങ്കിൽ Y അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൽഫബറ്റ്, ഒരൊറ്റ വേരിയബിൾ. അപ്പൊ അതാ വേറൊരു പുതിയ ടേം വന്നു അല്ലെ, വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്നാണ് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്. ആ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ നമ്മൾ പതുക്കെ പതുക്കെ അങ്ങനെ പോവാണ് കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സിമ്പിൾ ഇക്വേഷൻസ്. അപ്പൊ നോക്കിയേ, ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ, ഇക്വേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം രണ്ട് സൈഡുകളുണ്ട്. ഒരു ഇക്വേഷന് രണ്ട് ഭാഗങ്ങളുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ഇടതുഭാഗവും വലതുഭാഗവും എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള സൈഡുകളാണ് ഒരു ഇക്വേഷന് നമുക്ക് വരുന്നത്. ഓക്കെ, ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ മറഞ്ഞു പോകുന്നുണ്ടല്ലേ. ഓ സോറി, അത് സാരമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ആൻഡ് നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ, സോ അപ്പം ഞാൻ നോർമലി ഉള്ള ചെയ്യണ പോലെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തതാണ്. സോ നോക്കിയേ, സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിതാ തുടങ്ങുകയാണ്. ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നോക്കൂ, സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ. എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാല്? നമുക്ക് ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ടേമുകൾ ഉണ്ടാവും, അപ്പുറത്തെ ഭാഗത്തും വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഈക്വൽ സൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തുള്ള എല്ലാതും ഈ ഭാഗത്തുള്ള എല്ലാ ടേംസിനോടും ഈക്വൽ ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. എന്താണ് മനസ്സിലാവാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്വേഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മളിതാ പറഞ്ഞു തുടങ്ങാൻ പോകണുള്ളൂ കേട്ടോ. ആരും പേടിക്കേണ്ട, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വേഷൻ എന്താണ് എന്നാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഈക്വൽ സിമ്പിൾ ഉണ്ടാവും. ഈക്വൽ സിമ്പിൾ എങ്ങനെയാണ് നമ്മൾ ഇടുന്നത്? ഇതുപോലെ ഒരു ഈക്വൽ സിമ്പിൾ ആണ് നമുക്ക് ഇക്വേഷനിൽ വരുന്നത്.
ഈ ഈക്വൽ സിമ്പിളിന്റെ ഇടതുഭാഗത്തും എന്തെങ്കിലുമൊക്കെ ടേമുകളോ 2 3 എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വലതുഭാഗത്തും എന്തെങ്കിലും ഒരു ടേം ഉണ്ടാവും. അപ്പൊ ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇടതുഭാഗത്ത് കിടക്കുന്ന എല്ലാ ടേമുകളും ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഈ വലതുഭാഗത്തുള്ളതുമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടതുഭാഗത്തുള്ള എല്ലാ ടേംസും അല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സുകളും എന്തൊക്കെയാണോ ഒരു ഭാഗത്തുള്ളത് അവിടെയുള്ളത് എല്ലാതും വലതുഭാഗത്തുള്ള അടുത്ത ടേമുകളും അല്ലെങ്കിൽ നമ്പറുകളും എല്ലാതുമായിട്ട് ഈക്വൽ ആണ്, രണ്ടും തുല്യമാണ് എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഈക്വൽ ടു സൈൻ, ഒരു തുല്യ ചിഹ്നം ഉള്ളത് മാത്രമാണ് ഇക്വേഷൻ, സമവാക്യം. രണ്ട് ഭാഗവും സമമാണ് എന്ന് കാണിക്കുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ നോട്ടിൽ കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കിയേ. ഒരു ഇക്വാലിറ്റി സൈൻ എന്ന് പറയുന്നത് ഇടതുഭാഗത്തുള്ള എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം. അതൊരു നമ്പർ ആകാം, അല്ലെങ്കിൽ XYZ പോലെയുള്ള കുറെ ആൽഫബറ്റുകളാകാം, അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ. ഇടതുഭാഗത്ത് വരുന്ന എല്ലാ എക്സ്പ്രഷൻസും വലതുഭാഗത്തുള്ളതുമായിട്ട് സമമാണ് എന്ന് കാണിക്കുന്ന ഒരു വാക്യമാണ് സമവാക്യം. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈക്വൽ സൈൻ ഇടയിൽ വന്നാൽ മാത്രമേ അതൊരു ഇക്വേഷൻ ആകുന്നുള്ളൂ. നമ്മൾ വേറെ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതൊന്നും ഇക്വേഷൻ അല്ല, സമവാക്യമല്ല. സമം എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗത്തുള്ളതും, ഈക്വൽ സൈനിന്റെ രണ്ട് ഭാഗത്ത് വരുന്നതും തുല്യമായിരിക്കണം, അതാണ് സമവാക്യം. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലായോ? രണ്ട് ഭാഗത്തും ഈക്വൽ സൈനിന്റെ രണ്ട് ഭാഗത്ത് വരുന്നതും തുല്യമായി ആയിരിക്കണം, അതാണ് സമവാക്യം. മനസ്സിലായോതാ? നോക്കൂ, ഞാനിവിടെ എഴുതി 4 + 2 = 6 അല്ലേ? ഈ 4 + 2 എന്നുള്ളതും 6 എന്നുള്ളതും തുല്യമാണ് എന്നുള്ളതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് അടുത്തൊരു ടേം. നോക്കിയേ, വേരിയബിൾ, ചരം എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള പ്രയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും പ്രയോഗമുണ്ടോ? ചരം എന്ന് പറയുന്നത് വേരിയബിൾ തന്നെയല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ എല്ലാവരും എന്താ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഗുഡ്. ഒന്നുമില്ല, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലൊരു ഈക്വൽ ടു സിമ്പിൾ വേണം. ഈക്വൽ ടു അല്ലാതെ വേറെ എന്ത് തന്നെയാണെങ്കിലും അതൊരു ഇക്വേഷൻ അല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നടുക്കൊരു ഈക്വൽ ടു എന്നുള്ള ചിഹ്നം അല്ലാതെ വേറെ. നോക്കിയേ, ഇങ്ങനെ എനിക്ക് എഴുതാം അല്ലെ, 2 + 3 < 6. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതൊരു ഇക്വേഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇതിലൊരു ഈക്വൽ ടു എന്ന് പറയുന്ന ചിഹ്നം ഇല്ല. 4 + 2 = 6. ഇതൊരു ഇക്വേഷൻ ആണ്. മനസ്സിലായോ? ഈക്വൽ ടു എന്നുള്ള ഒരു ചിഹ്നം അവിടെ ഉണ്ടാകണം, അതാണ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം. രണ്ട് ഭാഗത്ത് ഉള്ള വസ്തുക്കളെ അല്ലെങ്കിൽ നമ്പറുകളെ അല്ലെങ്കിൽ വേരിയബിളുകളെ, ആൽഫബറ്റ്സിനെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് രണ്ടും തുല്യമാണ് എന്ന് പറയുന്നതാണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി എന്താണ് ക്ലിയർ ആവാത്തത്? ഞാൻ ഇക്വേഷൻ എന്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ തന്നെയാവും. കുറച്ച് പേരൊക്കെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. എന്താ, നിങ്ങൾക്ക് മലയാളം മീഡിയംകാർക്കാണോ മനസ്സിലാവാത്തത്? അതൊന്ന് പറയണ്ട. ഞാൻ ഇനി മലയാളം ടേംസ് യൂസ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ? ഞാൻ മാക്സിമം മലയാളം ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് നോക്കുക, കാരണം ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സമവാക്യമാണെങ്കിൽ അതിലൊരു ഈക്വൽ ടു സൈൻ, തുല്യ ചിഹ്നം വേണം, അത്രേ ഉള്ളൂ. അത് മനസ്സിലായോ? ഒരു സമവാക്യമാണെങ്കിൽ അതിനൊരു തുല്യ ചിഹ്നം, ഈക്വൽ ടു സൈൻ വേണം. ഒന്ന്, ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇടതുഭാഗത്തുള്ള എല്ലാതും വലതുഭാഗത്തുള്ള എല്ലാതുമായിട്ട് തുല്യ വാല്യൂ, മൂല്യമായിരിക്കും. അത്രേ ഉള്ളൂ. ഇടതുഭാഗത്തുള്ള 1 2 3 4 എത്ര ടേമുകൾ ഉണ്ടെങ്കിലും അതും വലതുഭാഗത്ത് എത്ര ടേമുകൾ ഉണ്ടെങ്കിലും, ടേമുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പറുകൾ അല്ലെങ്കിൽ എത്ര Xോ Yോ Z അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര നമ്പറുകൾ ഒരു ഭാഗത്തുണ്ടോ അത് മറ്റു ഭാഗത്തുള്ളതുമായിട്ട് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അത്രേ ഉള്ളൂ. സമ ചിഹ്നം വേണം, തുല്യ ചിഹ്നം വേണം, പിന്നെ ഇടതുഭാഗത്തുള്ളതും വലതുഭാഗത്തുള്ളതും തുല്യമായിരിക്കണം. അത്രേ ഉള്ളൂ. ഈ 2 പോയിന്റ്സ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടേ? ഒരു തുല്യ ചിഹ്നം വേണം. ഒരു സമവാക്യത്തിൽ തുല്യമാണ് എന്ന് കാണിക്കുന്ന ഒരു ചിഹ്നം വേണം. ഇടതുഭാഗത്തുള്ളതും വലതുഭാഗത്തുള്ളതും തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം ആവുകയുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കി, ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞതൊരു സമവാക്യമാവോ? 2 = 3 എന്ന് എഴുതി കഴിഞ്ഞതൊരു സമവാക്യമാണോ? അല്ല. കാരണം 2ഉം 3ഉം തുല്യമല്ലല്ലോ. ഇതൊരു സമവാക്യമല്ല. ഈ ഭാഗത്തുള്ളതും ഈ ഭാഗത്തുള്ളതും തുല്യമാകണം. ഇവിടെ നോക്കിയേ, 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. ഈ ഭാഗത്ത് കിടക്കുന്നതും 6 ആണ്. അപ്പൊ 6 = 6. അപ്പൊ ഇതൊരു സമവാക്യമായി. ഓക്കെ, ഇനി ഞാൻ അടുത്ത ടേം അവിടെ വേറൊരു സംഭവം കൂടി കാണുന്നുണ്ട് അല്ലേ? വേരിയബിൾ. അയ്യോ, വേരിയബിൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വേരിയബിൾ എന്നുള്ള ഒരു ടേം, ചരം കേട്ടിട്ടുണ്ടോ? മനസ്സിലായി? ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി ക്ലിയർ ആവാത്തവർക്ക് നമ്മളിങ്ങനെ പോകെ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ വേരിയബിൾ എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കുറെ പേരൊക്കെ. ചരം കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് വേരിയബിൾ? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നത്, മാറ്റാൻ സാധിക്കുന്നത്, മാറുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ? വേരിയബിൾ. അപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ഇക്വേഷൻ എഴുതാനായിട്ട് ഒരു രൂപമുണ്ട്, ഒരു രൂപരേഖ ഉണ്ട്. അതിന് എങ്ങനെയാണ് ഒരു സിമ്പിൾ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊരു രൂപരേഖയുണ്ട്. അതിന് നമുക്കൊരു സിമ്പിൾ ഇക്വേഷനെ എഴുതാനായിട്ട് ആവശ്യമുള്ള സാധനമാണ് വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്നത്. മാറ്റാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അറിയില്ല എന്ന് വിചാരിക്കാം. അയ്യോ, അതിന്റെ വാല്യൂ അറിയില്ല, ഇപ്പൊ എന്താ ചെയ്യാ? എന്നാ ഒരു കാര്യം ചെയ്യും, അതിനെ അങ്ങോട്ട് എക്സ് ആയിട്ട് വിചാരിക്കും അല്ലേ? എന്തെങ്കിലും ഒരു കറക്റ്റ് വാല്യൂ അറിയില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ മാത്സിൽ എന്താ ചെയ്യാ? അത് അങ്ങോട്ട് എക്സ്, പോട്ടെ, അത് എക്സ് അല്ലേ? ആ എക്സ് ആണ് വേരിയബിൾ. നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തരാത്ത വാല്യൂ എന്താണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതാണ് വേരിയബിൾ. മനസ്സിലായോ? എന്താണ്? ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വാല്യൂ തരാത്ത സാധനം, അൺനോൺ വാല്യൂ, അതാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്ന സാധനം. നമുക്ക് ഒന്നും ഇഷ്ടമല്ലാത്ത സാധനമാണ് അല്ലേ? എക്സ്. അയ്യോ, ഒരു ക്വസ്റ്റ്യനിൽ എക്സ് വന്നാൽ പിന്നെ നമുക്ക് അയ്യോ എക്സ് വന്നേ എന്നുള്ള പ്രശ്നമാണ്. ആ എക്സ്, ആ പ്രശ്നക്കാരനാണ് വേരിയബിൾ. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനിൽ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് എന്താണോ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തരാത്തത്, അതാണ് വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്നത്. ചരം എന്നാണെന്ന് തോന്നുന്നു എനിക്ക് മലയാളം വേർഡ് കറക്റ്റ്. ഞാൻ ഇനി ഒന്നും കൂടി നോക്കട്ടെ വേറെ വല്ല വേർഡ്സ് ഉണ്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ വല്ല വേർഡ്സ് അറിയോ മലയാളത്തില് ഇതിന്റെ? വേരിയബിൾ എന്താണ്? ഇപ്പൊ ക്ലിയർ ആയോ? യെസ്. അപ്പൊ ദാ സ്മൃതിയാണെന്ന് തോന്നുന്നു. വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഈസ് നോൺ ആസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. നമ്മൾ എന്താണോ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ വാല്യൂ ആണോ നമുക്കൊരു ക്വസ്റ്റ്യനിൽ അറിയാത്തത്, അതിനെയാണ് നമ്മൾ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ പി, എന്ത് ആൽഫബറ്റ്സ് വേണമെങ്കിലും കൊടുക്കാട്ടോ. എക്സ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. പിയോ ക്യൂയോ ആറോ ടിയോ അങ്ങനെ ഏത് ആൽഫബറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ആ വാല്യൂവിന് കൊടുക്കാം. അറിയാത്ത ആ വാല്യൂ ആണ് എന്ത്? വേരിയബിൾ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, വ്യത്യസ്ത തരത്തിലുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂകൾ ആ നമ്പറിന് വരാം അല്ലെ? ചിലപ്പോൾ 2 വരാം, ചിലപ്പോൾ 3 വരാം, ചിലപ്പോൾ 4 വരാം. നമുക്ക് അറിയില്ല ഏതാണ് അതിന്റെ കറക്റ്റ് വാല്യൂ, നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ ഡിഫറെന്റ് ന്യൂമറിക്കൽ വാല്യൂസ് അതിന് വരാം. അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്നുള്ള രീതിയിലാണ് വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്നുള്ള പേര് അതിന് വന്നിട്ടുള്ളത്. ഇത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യനിൽ എന്തിൻ്റെയാണോ വാല്യൂ അല്ലെങ്കിൽ മൂല്യം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ 4, 5, 6, 7 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ തരില്ലേ? 4 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസിൽ വാല്യൂസ് ഒക്കെ തരില്ലേ?
എന്താണോ അങ്ങനെ തരാത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അതാണ് നമ്മുടെ വേരിയബിൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ തന്നു. സ്ക്വയർ തന്നിട്ട് പറയുകയാണ് ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 16 ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാ അറിയില്ല അല്ലെ. നമുക്ക് ആ കണ്ടുപിടിക്കേണ്ട സാധനമാണ് വേരിയബിൾ. അപ്പൊ അതിന് നമ്മൾ എന്തായിട്ട് എടുക്കും, എക്സ്. ഒരു സൈഡ് എക്സ് ആണ്. അപ്പൊ 4 × x ആണ് നമ്മുടെ 16. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ആ കണ്ടുപിടിക്കാൻ പോണ സാധനമാണ് വേരിയബിൾ. ഓക്കെ ആണോ? വേരിയബിൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? വേരിയബിൾ ക്ലിയർ ആണോ? ഇനി വേരിയബിൾ ക്ലിയർ ആവാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞേ. നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി വേരിയബിൾ വെച്ചിട്ടുള്ള കളികളാണ് വരാൻ പോകുന്നത്. നമ്മൾ മുഴുവൻ ഇനി വേരിയബിൾ കണ്ടുപിടിക്കലാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. മനസ്സിലായോ? ഒരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എക്സിന്റെയോ അല്ലെങ്കിൽ വൈന്റെയോ അല്ലെങ്കിൽ പിയുടെയോ എന്താണോ അവിടെ അങ്ങനെ ഒരു ആൽഫബറ്റ് കൊടുത്തിട്ടുള്ളത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ, കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതാണ് വേരിയബിൾ. മനസ്സിലായാലും? ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതാണ് വേരിയബിൾ. നമുക്ക് തന്നിട്ടില്ലാത്ത ഒരു വാല്യൂ, അൺനോൺ വാല്യൂ. ഇപ്പം 3x + 2 = സംതിങ് എന്നൊരു ഇക്വേഷൻ തന്നാൽ അതിൽ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലെ. ആ എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്ന സാധനം, നമുക്ക് അറിയാത്ത വാല്യൂ. ഇതിലെന്താ ഇനി ക്ലിയർ ആവാത്തതുള്ളത്? ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എന്തിനെയാണോ അതാണ് വേരിയബിൾ. വേഗം എടുക്കാനൊക്കെ പറയേണ്ടി കുറച്ച് പേര്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പോവണ്ടേ? അതുകൊണ്ടാണ് കുറച്ച് ലാഗാവണേ. ഫസ്റ്റത്തെ 1-2 ക്ലാസ്സുകളെ നമുക്ക് ഇങ്ങനെ ഒരു ലാഗിങ് വരുള്ളൂ. പിന്നെ എല്ലാവരും പെട്ടെന്ന് ആ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് പോവാട്ടോ. അപ്പൊ ആദ്യം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ചെയ്ത് കാണിക്കാലോ. അതാ നമ്മൾ ചെയ്യാൻ തന്നെ പോണേ. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിപ്പോ പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്? സമവാക്യം എന്ന് പറഞ്ഞാൽ അതിലൊരു ഈക്വാലിറ്റി സൈൻ വേണം. ഇടതുഭാഗത്തുള്ള എല്ലാ എക്സ്പ്രഷൻസും വലതുഭാഗത്തുള്ളതുമായിട്ട് ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. അതാണ് ഇക്വേഷൻ. രണ്ടാമത് പറഞ്ഞു വേരിയബിൾ. ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തുമാവട്ടെ അതിൽ നമുക്ക് അറിയാത്ത വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഏത് വാല്യൂ ആണോ, എക്സ്, അതാണ് വേരിയബിൾ. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ, അതാണെങ്കിൽ അതാണ് നമ്മുടെ വേരിയബിൾ. അപ്പൊ ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ 2x + 3 = 4. എക്സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലെ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ എക്സ് ആണ് ഇവിടത്തെ വേരിയബിൾ. മനസ്സിലായോ? അല്ലെങ്കിൽ നോക്കിയേ, x - 3 = 10. എന്തോ ഒരു നമ്പറിൽ നിന്ന് 3 കുറച്ചാൽ 10 കിട്ടുമെന്നാണ് ഈ ചോദ്യം. ഏതോ ഒരു നമ്പർ, ആ ഏതോ ഒരു നമ്പർ നമുക്ക് അറിയില്ല, ആ നമ്പർ കണ്ടുപിടിക്കണം. ഈ അറിയാത്ത ഈ നമ്പറാണ് വേരിയബിൾ. ഏതോ ഒരു നമ്പറിൽ നിന്ന് 3 കുറച്ചാൽ 10 കിട്ടും. അപ്പൊ ആ ഏതോ ഒരു നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ആ കണ്ടുപിടിക്കാൻ പോണ നമ്പറാണ് വേരിയബിൾ, അൺനോൺ നമ്പർ. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അപ്പൊ നോക്കിയ വേരിയബിളിന് ഏതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം. അതൊരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ അല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. അതിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾ എന്നുള്ള പേര് വിളിക്കുന്നത്. അത് എക്സോ വൈയോ സെഡോ എല്ലോ എമ്മോ എന്നോ അങ്ങനെ എന്ത് ആൽഫബറ്റ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ വരെ ഇടുന്നുണ്ട് കുറെ പേര്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിലത്തെ എക്സോ അല്ലെങ്കിൽ വൈന്നോ അല്ലെങ്കിൽ പിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അതിലുണ്ടാവും. അതെ കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കുറെ പേരൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്. അപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ അതിന് ഉണ്ടാവുമല്ലോ, എന്നാലല്ലേ ആ ഇക്വേഷൻ ക്ലിയർ ആവുള്ളൂ. എക്സിൽ നിന്ന് 3 കുറച്ചാൽ 10 കിട്ടില്ല. എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറാണ്. ആ ഏതോ ഒരു നമ്പറിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ സാധനമാണ് വേരിയബിൾ അല്ലെങ്കിൽ ചരം. ഓക്കെ, ഇനി ഞാൻ പോവാണ്. ഞാൻ എല്ലാവർക്കും ക്ലിയർ ആയതപ്പോ ഈ 2 കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ വേഗം കുറച്ച് ഹാർട്ട്സ് ഇട്ടെങ്കിൽ നോക്കട്ടെ. കുറച്ച് പേരാണ് ഓക്കെ എന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കൊരു സംശയം, കുറെ പേരുടെ ആൻസർ വരെ പറയുന്നുണ്ട്.
13. അതെ 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 കേട്ടോ, ചെയ്ത് കാണിക്കാം കേട്ടോ. ആരാണ് പേര് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങണേക്കാട്ടിലും മുന്നേ എനിക്ക് എന്ത് ചെയ്യാണ്ട് കുറച്ചും കൂടി നമുക്ക് തിയറി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാത്തത്. ഇനി എന്താണ് കുറച്ച് പേര് ക്ലിയർ ആവില്ല എന്ന് പറയണേ, നോക്കി ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ. ഇവിടെ ഒരു നമ്പർ ഉണ്ട്, എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ ആണല്ലേ. എക്സ് എന്ന് പറയുന്നത് ഒരു എക്സിൽ നിന്ന് 3 കുറച്ചാൽ കിട്ടുമോ? 10 ഇല്ല. 13ൽ നിന്ന് 3 കുറച്ചാലല്ലേ 10 കിട്ടുള്ളൂ. അപ്പൊ 13 ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. ഈ എക്സിന്റെ വാല്യൂ 13 എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ തന്നിട്ടില്ല എക്സ്. അതാ എന്തോ ഒരു ഹാർട്സാ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പൊ ആരും പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ തുടക്കത്തിലായിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഒരു ക്ലാസ് കേൾക്കുമ്പോഴേക്കും ചിലപ്പോ ആർക്കും മനസ്സിലായെന്ന് വരില്ല. കുഴപ്പമില്ല, നമ്മൾ ഇനിയും പഠിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാത്ത സാധനമാണ് വേരിയബിൾ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒരു ചോദ്യത്തിൽ ഏതിന്റെ വാല്യൂ ആണോ നമുക്ക് അറിയാത്തത് അതാണ് വേരിയബിൾ. ആ ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയോ? സിയ, ഓക്കെ സിയ, എനിക്ക് പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ കാര്യം മാത്രം ക്ലിയർ ആയി. നമുക്ക് എപ്പോഴും എല്ലാത്തിൻ്റെയും വാല്യൂ തരില്ല. കുറെ ക്വസ്റ്റ്യൻസിലല്ലേ, നിങ്ങളിപ്പോൾ 8-ലല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണു. എല്ലാ വാല്യൂ തരില്ല. എല്ലാ വാല്യൂ തന്നാൽ പിന്നെ നമ്മൾ എന്തിനാ കണക്ക് ചെയ്യണേ അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. അതാണ് കണക്ക്. അറിയാത്ത സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം, അതാണ് കണക്ക്. അപ്പൊ ആ അറിയാത്ത സാധനമാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറയുന്ന സാധനത്തിന് ഡിഫറെന്റ് വാല്യൂസ് വരാം. പക്ഷെ വേറെ സാധനങ്ങളുണ്ട് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിന് ഡിഫറെന്റ് വാല്യൂസ് വരാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. അപ്പോൾ ഇതാ കുറെ പേരൊക്കെ സിമ്പിളാന്ന് പറയട്ടെ. എന്നാലും ഒരു 77 പേരുടെ ഹാർട്സ് ഒന്നും കണ്ടില്ലല്ലോ ഞാൻ. 1 2 3 കുറച്ച് പേരുടെ ഹാർട്സ് വന്നുള്ളൂല്ലോ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ 1-2 പേരാണ്, 2 പേരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞുള്ളൂ. ബാക്കി ഈ 75 പേരുടെയും ഹാർട്സ് ഒന്നും കാണാനില്ലല്ലോ. ആരും ഇല്ലേ ഇവിടെ? അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാ ഇവിടെ ഇല്ലേ? ഫോൺ എടുത്ത് വെച്ചിട്ട് വേറെ ഇടയ്ക്ക് പോയേക്കാണോ? എല്ലാവരും എന്താ കേട്ടിരിക്കണില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്താ, ഇപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ വേഗം ഒരു ഹാർട്ടൊക്കെ ഇടുക, എന്നാലല്ലേ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ സിയൊക്കെ മനസ്സിലായി. യെസ് സ്മൃതി, അനുപമ, ഓക്കെ. ഓക്കെ, വേഗം വരട്ടെ. എനിക്ക് എല്ലാവർക്കും മനസ്സിലാവണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പോയാൽ പോരെ. ഞാൻ വീണ്ടും പറയുന്നത് എന്തിനാ, എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വേഗം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഓക്കെ സന, ഓക്കെ സനയ്ക്ക് മനസ്സിലായി, ഗുഡ്. അപ്പൊ അതാ നോക്കിയേ, മലയാളം ഞാൻ ഉൾപ്പെടുത്താട്ടോ. ഞാൻ മാക്സിമം മലയാളം വേർഡുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട. മലയാളം ഞാൻ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് പറയാം. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്, ഇക്വേഷനും വേരിയബിളും. ഇനിയാണ് നമ്മുടെ അടുത്ത കാര്യം, പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ശരിക്കും എന്തിലേക്കാ കടക്കാൻ പോണേ? സിമ്പിൾ ഇക്വേഷന്റെ പ്രോപ്പർട്ടീസ്. എന്താണ് സിമ്പിൾ ഇക്വേഷൻ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എന്താണ് സിമ്പിൾ ഇക്വേഷൻ, അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ഈ സമവാക്യം? ഓക്കെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ശരിക്കും അങ്ങോട്ട് സിമ്പിൾ ഇക്വേഷൻസിലേക്ക് കടക്കാൻ പോകുകയാണ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ, അതായത് രേഖീയ സമവാക്യം. അതാണ് സിമ്പിൾ ഇക്വേഷൻസിന്റെ വേറൊരു പേരെന്ന് പറയുന്നത്, രേഖീയ സമവാക്യം. ഈ പേര് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ലീനിയർ ഇക്വേഷൻസ്, രേഖീയ സമവാക്യം, അല്ലെങ്കിൽ നേർ സമവാക്യം എന്നും കൂടെ പറയൂ കേട്ടോ. മലയാളത്തില് കറക്റ്റ് നിങ്ങളുടെ സ്കൂളുകളിൽ ഉദ്ദേശിക്കുന്ന പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. നേർ സമവാക്യം അല്ലെങ്കിൽ രേഖീയ സമവാക്യം കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര്? കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മുടെ ഈ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ മുഴുവനും നമ്മൾ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ രേഖീയ സമവാക്യത്തിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വേർഡുകളും ഒക്കെ കുറച്ച് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കണം. കേൾക്കാത്തവരുണ്ട്, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യം ആണ്. ഒറ്റ വേരിയബിൾ. നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. 2
എക്സ് പ്ലസ് 3 ഈക്വൽസ് ടു 9. 2, 3, 9 ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണല്ലേ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും 2 ആയിരിക്കും. 3 എപ്പോഴും 3 തന്നെയാണ്, അത് മാറാനൊന്നും പോകുന്നില്ല. പിന്നെന്താ 9 മാറുമോ? ഇല്ല, 9 എപ്പോഴും 9 തന്നെയാണ്. അപ്പൊ അതൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂകളാണ്. അവരെ കോൺസ്റ്റന്റുകൾ എന്ന് പറയും. അതിന്റെ കറക്റ്റ് മലയാളം ഉണ്ട്. കോൺസ്റ്റന്റുകൾ എന്നാണ് ഈ എന്നിട്ട് നമ്പറുകളെ പറയുന്നത്. ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറുകൾ, അവരുടെ നമ്പറുകൾ മാറുമോ? 2 കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ 3 ആയിട്ട് പോവോ? ഇല്ല അല്ലെ. 2 എന്ന് പറയുന്നത് എപ്പോഴും 2 തന്നെ ആയിരിക്കും. 2 എന്ന് പറയുന്നത് എപ്പോഴും 2 തന്നെയാണ്. 3 എന്ന് പറയുന്നത് എപ്പോഴും 3 തന്നെയാണ്. 9 എന്ന് പറയുന്നത് എപ്പോഴും 9 ആണ്. അതിൻ്റെയൊക്കെ വാല്യൂകൾ ഒരിക്കലും മാറില്ല. അതൊക്കെ ഫിക്സ്ഡ് ആണ്. പക്ഷെ എക്സ് അങ്ങനെയല്ല. എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. ഇവിടുത്തെ വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആ ഒരു ക്വസ്റ്റ്യൻ 2x + 3 = 9 എന്ന് പറയുന്ന ആ സാധനത്തില് ഒരൊറ്റ വേരിയബിൾ അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളേ അതിലുള്ളൂ. വേറെ വല്ല വേരിയബിൾ ഉണ്ടോ? ഇല്ല. ബാക്കി ഒക്കെയും ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറുകളാണ് അല്ലേ. ബാക്കി ഒക്കെയും ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറുകളാണ്. അപ്പൊ 2x + 3 = 9 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ ഒറ്റ വേരിയബിളേ ഉള്ളൂ. അങ്ങനെ ഒറ്റ വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻസ് ആണ് സിമ്പിൾ ഇക്വേഷൻസ്. ക്ലിയർ ആണോ? ഒറ്റ വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഇക്വേഷൻസ്. ഒരു വേരിയബിളേ അതിലുണ്ടാവുള്ളൂ, ഒറ്റ വേരിയബിൾ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ 2x + 3 = 9. ഞാൻ കുറച്ചും കൂടെ എക്സാമ്പിൾസ് എഴുതി തരാം. നോക്കിയേ, x + 3 = 4, 3x - 3 = 9. അല്ലെങ്കിൽ നോക്കൂ, 4x - 4 = 12. നോക്കി, ഇതിലൊക്കെയും ഒരൊറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ, ഒറ്റ എക്സിനെയല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നോക്കുക, 5p = 20, ഒറ്റ വേരിയബിളേ ഉള്ളൂ p. 4m = 2. നോക്കിയേ, ഒറ്റ വേരിയബിളിനല്ലേ ഉള്ളൂ കാണുന്നത്. ഒരൊറ്റ വേരിയബിൾ മാത്രം ഉള്ള രേഖീയ സമവാക്യങ്ങൾ, അതാണ് എന്ത്. നിങ്ങൾക്ക് ഞാൻ എഴുതുന്നത് ക്ലിയർ അല്ലേ? വേറെ കളർ യൂസ് ചെയ്യണോ? ഒറ്റ വേരിയബിൾ മാത്രമുള്ള രേഖീയ സമവാക്യങ്ങളാണ് നമ്മുടെ സിമ്പിൾ ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ എന്താണ് പറഞ്ഞത്? 2ഉം എക്സും 3ഉം 9ഉം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 2ഉം 3ഉം 9ഉം ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂകളാണ്. ആകെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അതായത് എക്സിന്റെ വാല്യൂ മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. ബാക്കി 2ന്റെയും 3ന്റെയും 9ന്റെയും ഒക്കെ വാല്യൂ അത് തന്നെയാണ്. നോക്കിയേ, 4m = 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എമ്മിന്റെ വാല്യൂ ആണ് അറിയാത്തത് അല്ലേ. ഇവിടെ നോക്കിയേ, 5p = 20 എന്ന് പറഞ്ഞാൽ ഈ പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ഇവിടെ നോക്കൂ, 3x - 3 = 9 എന്ന് പറഞ്ഞാലോ ഈ എക്സിന്റെ വാല്യൂ അറിയാം. ഇതിലെല്ലാത്തിലും അറിയാത്ത വാല്യൂ ഉള്ളത് ഈ ഒരെണ്ണത്തിന്റെ മാത്രമേ ഉള്ളൂ അല്ലെ. ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. ബാക്കിയൊക്കെയും എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂകളാണ് അല്ലെ. ബാക്കി എല്ലാതും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂകളാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സമവാക്യം തരുമ്പോൾ അതിൽ എത്ര വേരിയബിളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സമവാക്യം തരുമ്പോൾ എത്ര വേരിയബിളുകൾ അതിൽ, അല്ലെങ്കിൽ ചരങ്ങൾ, അല്ലെങ്കിൽ എക്സോ പിയോ അങ്ങനത്തെ കറക്റ്റായിട്ട് കൊടുക്കാത്ത വാല്യൂകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഒരെണ്ണേ ഉള്ളൂവെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. ഒറ്റ വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യങ്ങൾ. മനസ്സിലായല്ലോ? ഇനി അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു നോക്കിയേ, ax + b = c. അത് നിങ്ങൾ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ജനറൽ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് പറയുക. അതിൽ എയും ബിയും സിയും എന്ന് പറയുന്നത് ഫിക്സ്ഡ് വാല്യൂ ആണ്. എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. അതിന് ഇനി നിങ്ങൾ എയും ബിയും സിയും ആൽഫബറ്റ്സ് അല്ലേ, അയ്യോ അപ്പൊ അത് വേരിയബിൾ ആണോ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെയല്ല, ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോം മാത്രമാണ് അത്. അതിലേക്ക് നിങ്ങൾ അധികം ശ്രദ്ധിക്കണമെന്നില്ല. കാരണം ജനറൽ ഫോം നമുക്ക് അങ്ങനെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ടാണ് വരുള്ളൂ. നമുക്ക് ഇവിടെ ഈ എക്സ്
ഇവിടെ നോക്കൂ, എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ഇതാണ് ജനറലി നമ്മളൊരു ലീനിയർ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത്. എയും ബിയും സിയും ഫിക്സഡ് വാല്യൂകളാണ് ആൻഡ് ഈ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഇനി ആർക്കാ സംശയം? നിങ്ങളെ ഒരുപാട് ഇങ്ങനെ അയ്യോ ഒന്നും മനസ്സിലാവണില്ലല്ലോ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അയ്യോ സംശയം വരുന്നത്. വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണ്, എന്താ പേരാണോ ആൾക്കാർ പറയുന്നത്? ജുമാന. ഓക്കെ 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 ഓക്കെ, നിങ്ങൾ അതിനെ വളരെ എളുപ്പത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ഇക്വേഷൻ, അതിലൊരൊറ്റ എക്സോ അല്ലെങ്കിൽ ഒരു വൈയോ അല്ലെങ്കിൽ ഒരു പിയോ ഒരു എമ്മോ ഒക്കെ ഉള്ളുവെങ്കിൽ അതാണ് ഒരു വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യം അല്ലെങ്കിൽ ഒരു ചരമുള്ള രേഖീയ സമവാക്യം. കൂടുതൽ അങ്ങനെ അതിനെ വലിയ അയ്യോ എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കേണ്ട. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്, നമുക്ക് ഒരു ഇക്വേഷൻ തരും, അതിൽ ഒറ്റ എക്സ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത വാല്യൂ ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ഒരു വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ. അറിയാത്ത വാല്യൂ ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ വേരിയബിൾ എന്തായിരുന്നു നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത വാല്യൂ അല്ലേ? ഒരു ഇക്വേഷനിൽ അറിയാത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള വാല്യൂ ആണ് വേരിയബിള്. അപ്പൊ ഒരു ഇക്വേഷനിൽ എത്ര വേരിയബിളുകൾ ഉണ്ട് എന്ന് നോക്കി നോക്കിയാൽ, ഞാൻ വേറൊരു ഇക്വേഷൻ കാണിച്ചു തരാം നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരു ഇക്വേഷൻ നോക്കൂ, എക്സ് പ്ലസ് 2x പ്ലസ് 3y ഈക്വൽസ് ടു 4. നോക്കിയേ, എക്സ് ഉണ്ട് വൈ ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് വേരിയബിൾ ഉണ്ട് ഇതില്, മനസ്സിലായോ? 3x പ്ലസ് 2 ഈക്വൽസ് ടു 4. എത്ര വേരിയബിൾ ഉണ്ട്? ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ അല്ലേ? 1 വേരിയബിൾ, ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇതാണെങ്കിൽ രണ്ട് വേരിയബിൾ, അത് രണ്ട് ചരങ്ങളുണ്ട്. ഇതിൽ രണ്ടെണ്ണം നമുക്ക് അറിയാത്ത വാല്യൂ, എക്സിന്റെ വാല്യൂ അറിയില്ല, വൈയുടെ വാല്യൂ അറിയില്ല. ഇവിടെ നോക്കി നോക്കിയേ, ആകെ ഒരു എക്സ് മാത്രം അറിയാത്തതുള്ളൂ. അതാണ് ഒരു വേരിയബിൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് വരയ്ക്കാൻ അറിയുമോ എല്ലാവർക്കും? ഗ്രാഫ് വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത് രേഖീയ സമവാക്യം എന്ന് പറയുന്നത്. എന്താണ് പേര് ഇതിന്റെ? ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ രേഖീയ എന്ന് പറയുന്നത് എന്താ? അതൊരു രേഖയായിരിക്കും. ഞാനിപ്പോ ഒരു ഗ്രാഫിൽ പോയിട്ട് ഈ ഒരു ഇക്വേഷൻ 2x പ്ലസ് 3 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഞാനൊരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെ ആയിക്കോട്ടെ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അത് അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തവരുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഗ്രാഫ് വരയ്ക്കാനൊന്നും ഇപ്പൊ പഠിക്കാനില്ല, ആ സമയത്തുമ്പോൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ വരും. ഈ ലീനിയർ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ രേഖീയ സമവാക്യത്തിന്റെ ഗ്രാഫ് എന്താന്ന് ചോദിക്കും. രേഖീയ സമവാക്യത്തിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു രേഖയാണ്, സ്ട്രെയിറ്റ് ലൈൻ, നേർ രേഖയാണ് രേഖീയ സമവാക്യത്തിന്റെ ഗ്രാഫ്. നമ്മൾ ഈ രേഖീയ സമവാക്യത്തിൽ എക്സിന് കുറെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു നേരിലുള്ളൊരു ലൈനാണ് കിട്ടുന്നത്. ഓക്കെ, അതത്രയും മനസ്സിലാക്കിയാൽ മതി. രേഖീയ സമവാക്യത്തിന്റെ അപ്പൊ എന്താണ് ഒരു ചോദ്യം, എങ്ങനെയാണ് 2x പ്ലസ് 3 4 ആകുന്നത് എന്ന്? 2x പ്ലസ് 3 4 എന്ന് ഞാൻ എവിടെ എഴുതിയേക്കണേ? എങ്ങനെയും ആയിക്കൂടെ, എക്സിന് ഏത് വാല്യൂ വന്നാലാണ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിലേക്കൊക്കെ നമുക്ക് വരാട്ടോ. അത് ആരും അതിനെപ്പറ്റി ആലോചിച്ച് പേടിക്കണ്ട. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പറഞ്ഞു തരാമോ ചോദിച്ചത്? ഗ്രാഫാണോ? ഗ്രാഫൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് ഗ്രാഫ് ഒന്നും വരയ്ക്കാനില്ല. എന്താ ഇവിടെ ആരാണ്? സുഖാണോ സുഖല്ലേ എന്നൊക്കെ ചോദിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഗ്രൂപ്പ് ചാറ്റിൽ വേണ്ട, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. സുഖമാണോ സുഖമല്ലേ എന്നുള്ളതൊന്നും ഇവിടെ ആരും ചോദിക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇക്വേഷൻ പഠിച്ചു, വേരിയബിൾ എന്താന്ന് പഠിച്ചു, സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പഠിച്ചു. എന്താണ് സിമ്പിൾ ഇക്വേഷൻ? ആകെ ഒരു വേരിയബിൾ മാത്രം ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ, രേഖീയ സമവാക്യത്തിനെയാണ് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം?
ഒരു എക്സ് ഉണ്ടാകണം, അതായത് എക്സോ വൈയോ എന്തെങ്കിലും ആവട്ടെ, ഒരൊറ്റ വേരിയബിൾ ഉണ്ടാകണം. പിന്നെ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ അല്ലെങ്കിൽ സി എന്ന് പറയുന്ന അടുത്തൊരു കോൺസ്റ്റന്റ് നമ്പർ. നോക്കിയേ, ഈ ഇക്വേഷൻ ഇതാണ് ജനറൽ ഫോം. ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 2 ബിയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 3 സിയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 9 അല്ലേ? അപ്പൊ ഇതാണ് ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു വേരിയബിൾ എന്തായാലും ഉണ്ടാകണം, അതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. വേരിയബിള് നിർബന്ധമാണ്, ഒരൊറ്റ വേരിയബിൾ എങ്കിലും ഉണ്ടാകണം, എന്നാലാണ് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒരൊറ്റ വേരിയബിൾ എങ്കിലും എന്തായാലും ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചത്? ഇക്വേഷൻ പഠിച്ചു, വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ സ്മൃതിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് നമ്മുടെ എന്തില് സൊല്യൂഷനിലേക്ക് നമുക്ക് വരാം കേട്ടോ. സൊല്യൂഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സൊല്യൂഷൻ നമുക്ക് ഒരു കാരണവശാലും ഞാൻ സൊല്യൂഷനെ പറ്റി പറഞ്ഞിട്ടില്ല. സ്മൃതി, എന്തുകൊണ്ട് എക്സ് ഒരു ഫ്രാക്ഷൻ ആയിക്കൂടാ? ഫ്രാക്ഷൻ ആയിക്കൂടെ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കേണ്ട. ഇപ്പോഴേ നിങ്ങൾ സൊല്യൂഷൻ ആലോചിച്ച് തുടങ്ങല്ലേ, അതിലേക്ക് നമുക്ക് വരാം. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല, നമുക്ക് അത് പതുക്കെ പഠിച്ച് വരാം കേട്ടോ. അതിലേക്ക് ആരും പോകണ്ടപ്പോൾ തൽക്കാലം ഇപ്പോഴേ നിങ്ങൾ അയ്യോ അതെന്താ ഇങ്ങനെ വരണം ആലോചിക്കേണ്ട. നമുക്കിപ്പോൾ ബേസിക്സിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ, രേഖീയ സമവാക്യം, ഒരൊറ്റ ചരമുള്ള രേഖീയ സമവാക്യം എന്ന് പറയുന്നതാണ് സിമ്പിൾ ഇക്വേഷൻ. ഇനി ജനറൽ ആയിട്ട് നമ്മൾ അതിനെ ax + b = c എന്നാണ് എഴുതുന്നത്. അതിൽ എയും ബിയും സിയും ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂകളായിരിക്കും. ഉദാഹരണത്തിന് 2x + 3 = 9 എന്ന് പറയുന്നത് പോലെ, 2x + 3 = 9 ആണ് എന്ന് പറയുന്നത് പോലെ ഒരു ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ax + b = c എന്നാണ്. ദെൻ ഇതിനെ നമ്മളൊരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതൊരു നേർരേഖയായിരിക്കും എപ്പോഴും. ഓക്കെ, നേർരേഖയായിരിക്കും എപ്പോഴും. സോറി എന്ന് പറയണ്ട, സംശയങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷെ നമുക്ക് അതിലേക്ക് വരാം, നമുക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ഓക്കെ, ഒരു നേർരേഖയായിരിക്കും എപ്പോഴും ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ രേഖീയ സമവാക്യത്തിന്റെ ഗ്രാഫ്. ഇനി ഡിഗ്രി ഓഫ് ലീനിയർ ഇക്വേഷൻ, അതും അടുത്തതായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ, ഒരു ഇക്വേഷനിലുള്ള വേരിയബിളിന്റെ പവർ ആണ് ഡിഗ്രി. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സമവാക്യത്തിലത്തെ വേരിയബിൾ, അതായത് ചരത്തിന്റെ പവർ, എക്സ്പോണന്റ്, നമ്മൾ x² x³ എന്നൊക്കെ എഴുതില്ലേ? എങ്ങനെയാ നമ്മൾ എഴുതുക? 2² അല്ലെങ്കിൽ 2³ 2⁴ എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന സാധനത്തിനാണല്ലോ നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയേ, വെറുതെ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സിന്റെ പവർ 1 ആണെന്നല്ലേ? x⁻2 എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ പവർ 2 ആണ്. x⁻3 എന്ന് എഴുതി കഴിഞ്ഞാൽ പവർ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? അപ്പോൾ ഈ ലീനിയർ ഇക്വേഷനിൽ നിങ്ങൾ നോക്കിയേ, എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? എക്സിന്റെ പവർ 1 ആണ്. എക്സിന് വേറെ ഒരു പവറുകളും അവിടെ വരുന്നില്ല. അതിന്റെ അർത്ഥം എക്സിന്റെ പവർ, എക്സിന് മുകളിൽ ഇവിടെയുള്ള നമ്പർ 1 ആണെന്നാണ്. 1 ആണെങ്കിൽ നമ്മൾ അതവിടെ എഴുതണമെന്നില്ല. ഓക്കെ, പറയാം ഒന്നുകൂടെ പറയാം. 1 ആണ് പവർ എങ്കിൽ അത് അവിടെ എഴുതണമെന്നില്ല. ഒന്നും എഴുതാണ്ടിരുന്നാൽ അതിന്റെ അർത്ഥം 1 ആണ് പവർ എന്നാണ്. അതായത് ഒരു ഇക്വേഷനിലെ വേരിയബിളിന്റെ പവർ ആണ് ഡിഗ്രി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഒരു ഇക്വേഷനിലെ ഒരു വേരിയബിളിന്റെ പവർ ആണ് ഡിഗ്രി. 2x + 3 = 9 എന്ന് പറഞ്ഞാൽ എക്സിന്റെ അവിടുത്തെ പവർ, എക്സിനെ റേസ് ചെയ്തിരിക്കുന്ന പവർ 1 ആണ്. എക്സ്പോണന്റ് എന്ന് പറയുന്ന സാധനം 1 ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലീനിയർ ഇക്വേഷന്റെ ഡിഗ്രി 1 ആണ്. ക്ലിയർ ആണോ? ശ്രദ്ധിച്ച് കേൾക്കാൻ. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനിൽ, ഏതൊരു ഇക്വേഷനും ആയിക്കോട്ടെ, ലീനിയറിന് മാത്രമുള്ളതല്ല ഇത്, ഒരു ഇക്വേഷൻ, ഒരു സമവാക്യത്തിലെ ചരത്തിന്റെ പവർ, അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നതിന് നമ്മൾ എന്താ മലയാളത്തിൽ പറയാ? പവർ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മൾ മുകളിലേക്ക് 2² 2⁻3 2⁻4 5⁻2 എന്നൊക്കെ എഴുതില്ലേ? അപ്പൊ മുകളിൽ എഴുതുന്ന നമ്പറാണ് പവർ.
2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ വലുതാക്കി എക്സ്പാൻഡ് ചെയ്ത് എഴുതുക? 2 എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 2 3 എന്ന് പറഞ്ഞാലോ 2 × 2 × 2 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പവറിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇക്വേഷനിൽ വേരിയബിളിന്റെ വേറെ ഒരു നമ്പറിന്റെ അല്ല, എക്സോ വൈയോ പിയോ എസ്സോ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ ആൽഫബറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ പവർ അതിനെ റേസ് ചെയ്തിരിക്കുന്നത് 1 പവർ എങ്കിൽ, അതായത് അത് വെറുതെ എഴുതിയേക്കണമെങ്കിൽ പി എന്ന് മാത്രമേ ഉള്ളൂ, എക്സ് എന്ന് മാത്രമേ ഉള്ളൂ, വൈ എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ അതാണ് അതിന്റെ എന്ത് ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഡിഗ്രി. ഒരിക്കലും തെറ്റിക്കരുത്. എക്സിന്റെ കൂടെ എഴുതുന്ന ഈ നമ്പർ അല്ല ഡിഗ്രി. എക്സിന്റെ കൂടെ എഴുതുന്ന ഈ നമ്പർ അല്ല ഞാൻ പറയുന്നത്, എക്സിന്റെ മുകളിൽ എഴുതുന്ന നമ്പർ. എക്സിനെ നമുക്ക് എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നോ അല്ലെങ്കിൽ x⁻³ എന്നോ x⁻⁴ എങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലേ? പക്ഷെ ലീനിയർ ഇക്വേഷൻ ആണോ? എന്നാൽ x² x⁻⁴ അതൊന്നും ഉണ്ടാവില്ല. ആകെ എന്തേ ഉണ്ടാവുള്ളൂ? x⁻1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സിന്റെ പവർ 1 ആണെങ്കിൽ അതാണ് ഡിഗ്രി. അപ്പൊ എക്സിന്റെ പവർ 2 ഉള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പഠിക്കാം, പിന്നെ വലുതാവുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പൊ അതിന് ഡിഗ്രി 2 ഒക്കെ ആവും. ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ലീനിയർ ഇക്വേഷൻ? എന്താണ് ഉത്തരം? 1 ആണ്. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ലീനിയർ ഇക്വേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് മെന്റ് ബൈ ഡിഗ്രി ഓഫ് എൻ ഇക്വേഷൻ എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു ഇക്വേഷൻ മാത്രമേ ലീനിയർ ഇക്വേഷൻ ആവുകയുള്ളൂ. അപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ ലീനിയർ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞേ നിങ്ങൾ. 2x² + 3 = 4 ഈ ഒരു ഇക്വേഷൻ ലീനിയർ ആണോ? ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ, ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞേ. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 2x², എക്സ് മുകളിൽ അതിന്റെ പവർ 2 ആണ്. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ അല്ലയോ? പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഒരു രേഖീയ സമവാക്യമാണോ അല്ലയോ? വേഗം പറഞ്ഞോളൂ. അപ്പൊ കുറച്ച് പേരൊക്കെ അല്ല എന്ന് പറയുന്നുണ്ട്. ഒരാളിത് അല്ല എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളവർ വേഗം പറയൂ. അത് നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരു രേഖീയ സമവാക്യമാണ് ഞാനിപ്പോൾ എഴുതിയേക്കണ 2x² + 3 എന്ന് പറയുന്നത് അതൊരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോട്ടൊക്കെ സെൻഡ് ചെയ്യാം, അതൊക്കെ സെൻഡ് ചെയ്യാം കേട്ടോ. പേരൊക്കെ എനിക്ക് കിട്ടി. ഇതിന്റെ ഉത്തരം പറഞ്ഞേന്ന് വേഗം. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? അല്ല 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 എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഇതിന്റെ ആൻസർ വേഗം പറയൂ. ഇത്ര പേര് പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പറയണം. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ അല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. വേഗം പറഞ്ഞോ. ഇതൊരു രേഖീയ സമവാക്യം ആണോ അല്ലയോ? ഇത്രയും ആൻസേഴ്സ് വന്നാൽ പോരല്ലോ. 89 വ്യൂസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വന്നാൽ പോരാ. അപ്പൊ നിങ്ങൾ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ആണോ അല്ലയോ എന്ന് പറയാം. ആണെങ്കിൽ ആണ്, നിങ്ങൾക്ക് തോന്നുന്നത് ആണെന്നാണെങ്കിൽ ആണെന്ന് പറയാം, അല്ല എന്നാണെങ്കിൽ അല്ല എന്ന് പറയാം. ഞാനിപ്പോ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചേ. ഈ ഒരു ഇക്വേഷൻ മുകളിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ, 2x² + 3 = 4. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ആണോ അല്ലയോ? അപ്പൊ കുറെ പേര് ശിവസൂര്യ പറഞ്ഞിട്ടുണ്ട് അല്ലാന്ന്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേര് ഇട്ടതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ പറഞ്ഞത്. സ്മൃതി പറഞ്ഞിട്ടുണ്ട്, സിയ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരൊക്കെയാ? കുറെ പേര് അല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അല്ല. എന്തുകൊണ്ടാ? അവിടെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണല്ലേ. എക്സിന് 2 വരുമോ പവർ രേഖീയ സമവാക്യത്തില്? ഇല്ല. എക്സിന് 1 വരാൻ പാടുള്ളൂ പവർ. എക്സ് എന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ എക്സിന്റെ ഇവിടെ 2 ഉണ്ടെങ്കിൽ അതൊരു രേഖീയ സമവാക്യമല്ല. എക്സിന് 1 മാത്രമേ വരാൻ പാടുള്ളൂ. എക്സിന്റെ ഇവിടെ 1 ആണെങ്കിൽ അതിനെ നമുക്ക് വെറുതെ എക്സ് എന്ന് എഴുതാം.
എക്സ് ന്റെ ഇവിടെ ഒന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എക്സിന്റെ കൂടെ വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, വെറുതെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് എന്ന് എഴുതാം. അപ്പൊ വെറുതെ എക്സ് എന്നോ അല്ലെങ്കിൽ വെറുതെ വൈ എന്നോ പി എന്നോ എം എന്നോ ഒക്കെ മാത്രം കണ്ട അതിന്റെ അർത്ഥം ഇതിന്റെ ഒക്കെയും പവറുകൾ ഒന്നാണെന്നാണ്. 2 എന്ന് വെറുതെ എഴുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 2⁻1 2. മനസ്സിലായോ? ഇത് 2 ഒന്നാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ രേഖീയ സമവാക്യത്തിൽ എന്താ വരാൻ പാടുള്ളൂ, എക്സ് ഉണ്ടാവാൻ പാടുള്ളൂ. എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ എക്സ് ടു ദ പവർ 3യോ ഇങ്ങനെ 3യോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് ടു ദ പവർ 4ഓ ഇതൊന്നും വരാൻ പാടില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, വരാൻ പാടില്ല. എല്ലാവരും നോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ഡിഗ്രി? ഒരു ഇക്വേഷനിലെ ഒരു വേരിയബിളിന്റെ, അതായത് നമുക്ക് അറിയാത്ത ആ ഒരു വേരിയബിളിന്റെ പവർ എന്താണോ അതാണ് ഡിഗ്രി ഓഫ് ദി ഇക്വേഷൻ. ഇതിന്റെ മലയാളം ഞാൻ ഇടാം കേട്ടോ. ഡിഗ്രി ഞാൻ മലയാളം നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഡിഗ്രി ആർക്കെങ്കിലും മലയാളം അറിയാമെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ. കറക്റ്റ് മലയാളം മീഡിയം ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മലയാളം മീഡിയം ടെക്സ്റ്റ് ഒന്ന് സംഘടിപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് മലയാളത്തിലേക്ക് ആക്കാൻ. ഓക്കെ ധൻവിഷ് തരുൺ എല്ലാവരും അപ്പൊ അല്ല എന്നാണ് പറയുന്നത്. ആരാണ് ആണെന്ന് പറഞ്ഞത്? ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല കേട്ടോ. എക്സ് 2 പവർ വന്നാൽ അത് ലീനിയർ ഇക്വേഷൻ അല്ല. അപ്പൊ ജനറലി നമ്മളൊരു ലീനിയർ ഇക്വേഷനെ കാണിക്കുന്നത് ax + b = c എന്ന് ആണ്. അതിൽ എയും ബിയും സിയും കോൺസ്റ്റന്റുകൾ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. എക്സ് മാത്രമാണ് നമുക്ക് അറിയാത്ത ഒരു വാല്യൂ ഉള്ളൂ. ആ എക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ ആദ്യം കുറെ മെസ്സേജസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. എന്താണ് ആദ്യം, എന്താണ് മെസ്സേജസ് ഒക്കെ? എന്താണ് ഈ മെസ്സേജസ് ഒക്കെ വന്നിട്ടുള്ളത്? ആദിൻ വ്ലോഗ് എന്ന് പറയുന്ന പേരിൽ നിന്ന് എന്താണ് മെസ്സേജസ് വരുന്നത്? ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഇതുമായിട്ട് ബന്ധമില്ലാത്ത മെസ്സേജുകളൊന്നും വരണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ എന്താണ് ലീനിയർ ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് രേഖീയ സമവാക്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ജനറൽ ഫോം, ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഇത്രയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? ഡിഗ്രി എന്താണെന്നൊക്കെ ക്ലിയർ ആയോ? ആ ഡിഗ്രി അല്ല ഇത്, ബിരുദം എന്ന് പറയുന്ന ഡിഗ്രി അല്ല അത്. അത് നമുക്ക് കിട്ടുന്ന ഡിഗ്രി, ആ ഡിഗ്രി അല്ല കേട്ടോ. ഇത് വേറെ ഡിഗ്രി. ഓക്കെ, ഇതിന് വേറെ എന്തോ പേരുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് കിട്ടാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിലും എല്ലാവരും വേഗം ഒന്ന് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഹാർട്ട്സ് ഒക്കെ ഇട്ടാൽ എനിക്ക് മനസ്സിലാവും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേക്കോ. വേഗം പറയൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ക്ലിയർ അല്ല എന്നാണോ പറയുന്നത്? കുറച്ച് ഹാർട്ട്സ് ഇട്ടാൽ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടണ്ട. ഹാർട്ട്സ് കിട്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന്. ആദ്യം എന്താ ക്ലിയർ ആവാത്തത്? നോട്ടൊക്കെ സെൻഡ് ചെയ്യാം. എന്താണ് അതിന് ക്ലിയർ ആവാത്തത്? കുറച്ചും കൂടി ഒക്കെ വരട്ടെ, ഹാർട്ട്സ് ഒക്കെ വരട്ടെ. ഇത്ര അധികം ആൾക്കാരുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത്രയും നന്നായി ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഇത്രയും ഒക്കെ ഹാർട്ട്സ് വന്നാൽ പോരാ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? വരട്ടെ. ശിവസൂര്യ ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ ഇടുന്നുണ്ട്. അസിയ, ഞാൻ കുറച്ച് പേരൊക്കെ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജസ് കുറേ വരുമ്പോൾ അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇക്വേഷൻ പറഞ്ഞു, വേരിയബിൾ പറഞ്ഞു, പ്രോപ്പർട്ടീസിലേക്ക് വന്നു, സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഒരു വേരിയബിൾ, ഒറ്റ ഒരു സംഭവം മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇക്വേഷൻ ആണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ജനറൽ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ax + b. ഓക്കെ, ലക്ഷ്മി ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ആയിരുന്നു, സനയ്ക്ക് മാത്രം ക്ലിയർ ആവാത്തുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, സോ ജനറൽ റെപ്രസെന്റേഷൻ ax + b c ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് എ ലീനിയർ ഇക്വേഷൻ അല്ലേ? ഡിഗ്രി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു നമ്മള്? ഡിഗ്രി ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു. അതായത് ഡിഗ്രി എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലീനിയർ ഇക്വേഷന്റെ ഡിഗ്രി എപ്പോഴും 1 ആകണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലീനിയർ ഇക്വേഷന്റെ കുറെ എക്സാമ്പിൾസും ഞാൻ നിങ്ങൾക്ക് തന്നു. എന്താണ് ലീനിയർ ഇക്വേഷൻസിന്റെ എക്സാമ്പിൾസ് വന്നത്?
ക്ലിയർ ആണ്, ക്ലിയർ ആയി. ഓക്കെ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ പവർ 1 മാത്രമേ വരാൻ പാടുള്ളൂ. എക്സിന്റെ മുകളിൽ 2, 3, 4 അങ്ങനെ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ വരുന്നത് ലീനിയർ ഇക്വേഷൻസ് അല്ല. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞതാണ് എന്ത്? 2x2x⁻2 എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതൊരു ലീനിയർ ഇക്വേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. അപ്പൊ ഇത് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ അല്ല എന്ന് സന ആണ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞത്. പിന്നെ ആരാ ക്ലിയർ ആവാത്തത്? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ക്ലാസ്സിന്റെ വീഡിയോ വരുമല്ലോ, അപ്പൊ ഒന്നും കൂടെ ഒന്നിരുന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സനയ്ക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ആരാ ക്ലിയർ അല്ല എന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പൊ സനയ്ക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് കാണാം. മനസ്സിലായോ? കാരണം ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യോ എല്ലാം കൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് പഠിച്ച് പോണം. ഇന്നത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പതുക്കെ വന്നത്. അപ്പൊ ഉഷ സുരേഷ് എന്ന് പറയുന്ന ആളുടെ പേരെന്താ? എന്താണ്? ആൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത കാര്യം? അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവരും ഇപ്പൊ ഞാൻ വേറൊരാളുടെയും കണ്ടില്ല ക്ലിയർ അല്ല എന്നുള്ളത്. എല്ലാവരും ക്ലിയർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഹാർട്സ് ഒക്കെ വരട്ടെ, ഹാർട്സ് ഒക്കെ നല്ലപോലെ വരട്ടെ. എന്നാലാണെങ്കിൽ നമുക്ക് ആ ഒരു നിങ്ങളുടെ ക്ലിയർ ആയി എത്രമാത്രം ക്ലിയർ ആയെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഹാർട്സ് ഒക്കെ വരട്ടെ, നല്ല രീതിക്ക് വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് നാളെ മാത്സ് ആണോ ചോദിക്കട്ടെ? നാളെ മാത്സ് വേണോ? നാളെ മാത്സ് വേണോ? ഓക്കെ, സോ അപ്പൊ ഈ 1-2 പേര് മാത്രമാണ് ഇപ്പൊ ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റത്തെ ആ ഒരു ഭാഗത്ത് മാത്രം സംശയം വന്നതുകൊണ്ടാണ് ഈ ഒരു ഡൗട്ട് നിൽക്കണതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയി. അപ്പൊ എനിക്ക് വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല. അപ്പൊ നാളത്തെ ക്ലാസ്സിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നോട്ട്സ് ഒന്ന് അയക്കാം. നാളത്തെ ക്ലാസ്സിന് മുന്നേ വീഡിയോസ് വരുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ഇടാനായിട്ട് നോക്കാം. നാളത്തെ ക്ലാസ്സിന് മുന്നേ ഈ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കയറി കാണണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും, ഞാൻ ഉറപ്പ് തരുന്നു. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് കേട്ടത് കൊണ്ടാണ് ചെറിയൊരു ഡൗട്ട്സ് ഉള്ളത്. അപ്പോൾ ബാക്കി എല്ലാവരും ക്ലിയർ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇരുന്ന് പഠിക്കുക, എന്നാലാണ് നമുക്കത് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നാളത്തെ ക്ലാസ്സിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ വരും കേട്ടോ. ആരും അതിനെ പറ്റിയൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, എന്നാലാണ് ഈ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ നോട്ട്സും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ വരുന്നത് അറിയാൻ പറ്റുള്ളൂ. നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിലൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും കിട്ടും കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര എടുക്കണുള്ളൂ, കാരണം ഇനിയും കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ അത് ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നതാണ്. മലയാളം മീഡിയക്കാരും പേടിക്കേണ്ട, ഞാൻ നിങ്ങളെയും കൺസിഡർ ചെയ്യാൻ ഞാൻ മാക്സിമം മലയാളത്തിൻ്റെ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇവിടെ മെസ്സേജസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ എന്തായാലും വെരി വെരി താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.